ഹായ് ഫ്രണ്ട്സ്, ARJ ട്രെയിൽസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പാറയിലേക്കാണ്. മീശപ്പുലിമല പോലെ ഇടുക്കി ജില്ലയിൽ മഞ്ഞ് പെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് കോട്ടപ്പാറ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തൊടുപുഴയിലുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കടയിലാണ്. ഇതുവഴി എപ്പോൾ യാത്ര ചെയ്താലും ഇവിടുന്ന് ഒരു ചായ പതിവുണ്ട്. കോട്ടപ്പാറയിലെത്തുവാൻ തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്റർ വണ്ണപ്പുറം റൂട്ടിൽ ട്രാവൽ ചെയ്യണം. കോട്ടപ്പാറ ടോപ്പ് വരെ നമുക്ക് വണ്ടിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അതിനുശേഷം ഈ കാണുന്ന ചെറിയ നടപ്പുഴയിലൂടെ നടന്നു വേണം നമുക്ക് വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ. വണ്ണപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ബസ്സുകളും അവൈലബിൾ ആണ്. തൊടുപുഴയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. മീശപ്പുലിമലയേതുപോലെയുള്ള പുലർക്കാല കാഴ്ചകളാണ് കോട്ടപ്പാറയെ ഈ അടുത്ത് ഇത്രയും ഫേമസ് ആക്കിയത്. കോട്ടപ്പാറ പണ്ട് മുതലേ ഇതുപോലെ ഇവിടെ ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷമാണ് ധാരാളമായി സഞ്ചാരികൾ ഇങ്ങോട്ട് എത്തി തുടങ്ങിയത്. കണ്ണെത്ത ദൂരത്തോളം കടല് പോലെ പരന്നു കിടക്കുന്ന മഞ്ഞും അതിൻ്റെ ഇടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയും കാണുവാനായി അയൽ ജില്ലകളിൽ നിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുലർച്ചെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരണം. ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുലർച്ചെ ഒരു 7 മണിക്ക് മുമ്പെങ്കിലും ഇവിടെ എത്തിച്ചേരുവാൻ ശ്രമിക്കുക. നല്ല വെയിൽ വീട് തുടങ്ങിയാൽ പിന്നെ മഞ്ഞിൻ്റെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഇവിടം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയം. അങ്ങനെ നല്ല സമയമൊക്കെ നോക്കി വന്നെങ്കിലും പ്രകൃതി ഇന്ന് ഞങ്ങളെ ചതിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള കോടയൊന്നും ഇന്നിവിടെയില്ല. തലേ ദിവസം വൈകിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നല്ല കട്ട കോട കാണാൻ സാധിക്കുമെന്നാണ് ഇവിടുത്തെ ഒരു പ്രദേശവാസി ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരുന്നവർ തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടോ എന്ന് തിരക്കിയിട്ട് വരുന്നത് വളരെയധികം നന്നായിരിക്കും. തലേ ദിവസം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ട് നിങ്ങൾക്ക് കോട കാണാൻ സാധിക്കും. ഇടുക്കി ജില്ലയിലെ കാളിയാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന ഭാഗമാണ് കോട്ടപ്പാറ. ഈ കാണുന്ന മലനിരകളുടെ കൂടെ തന്നെ മറ്റു ചില വ്യൂ പോയിന്റുകൾ കൂടിയുണ്ട്. കാറ്റാടിക്കടവ്, മീനുളിയംപാറ, തൊമ്മൻകുത്ത്, ആനയടിക്കുത്ത് എന്ന പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ ഈ മലനിരകൾക്ക് ചുറ്റുമാണ്. എന്നാൽ കാറ്റാടിക്കടവ്, മീനുളിയംപാറ എന്ന വ്യൂ പോയിന്റുകളിലേക്കൊന്നും ഇതുപോലെ വണ്ടിയുമായി മേളിലോട്ട് കയറി ചെല്ലാൻ സാധിക്കില്ല. മറ്റൊരു എപ്പിസോഡിൽ ഞങ്ങൾ അതിൻ്റെ വീഡിയോ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. ഇവിടുത്തെ ഡ്രോൺ ഷോട്ടുകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ധാരാളം ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ടെങ്കിലും ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കാര്യമായിട്ട് വികസിച്ചിട്ടില്ല. ഇവിടേക്ക് കൊച്ചുകുട്ടികളും കുടുംബവുമായിട്ടൊക്കെ വരുന്നവർ വളരെയധികം സൂക്ഷിക്കുക. ഈ ചെങ്കുത്തായ പാറയുടെ സൈഡിൽ ഒരു ഹാൻഡ് റെയിൽ പോലും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് നടന്നു പോകുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം പോവുക. കണ്ണെത്താ ദൂരത്തോളം കോട്ട പോലെ പരന്നു കിടക്കുന്ന ഈ മലനിരകൾ കാരണമാകും ഒരുപക്ഷെ ഈ സ്ഥലത്തിന് കോട്ടപ്പാറ എന്ന പേര് വന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ഇവിടെ നിന്നു. ഇതുപോലൊരു സൂര്യോദയം കാണാൻ നിങ്ങൾ മീശപ്പുലിമലയിലോ കൊടുക്കുമലയിലോ ഒന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾ കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അധികം ചിലവില്ലാതെ പോയി കണ്ടുവരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ടാണിത്. നവംബർ, ഡിസംബർ മാസങ്ങളായി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ദിവസവും ഇതുപോലെ സഞ്ചാരികളുടെ തിരക്കായിരിക്കും. ആൾക്കാരുടെ തിരക്കിൽ നിന്നും വിട്ടുമാറി ശാന്തമായി പോയിരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. കംപ്ലീറ്റ് കോട വന്ന് മൂടിയാൽ പിന്നെ താഴെ കാണുന്ന ഈ പട്ടണങ്ങളൊന്നും പിന്നെ കാണാനേ സാധിക്കുകയില്ല. അങ്ങനെ കോട്ടപ്പാറയിലെ സൂര്യോദയം, മഞ്ഞിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങുവാൻ തീരുമാനിച്ചു. ഇങ്ങോട്ടുള്ള ഈ വഴിയിൽ ഇപ്പോൾ പണി നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് കയറി വരുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു.
എന്തായാലും അടുത്ത തവണ വരുമ്പോഴേക്കും ഈ വഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാർ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളേതായാലും കോട്ടപ്പാറയിൽ നിന്നും താഴെ എത്തിയിരിക്കുകയാണ്. അടുത്തതായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം കൂടി പ്ലാൻ ചെയ്യണം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്, കൂട്ടത്തിൽ നല്ല ചൂടും. അതുകൊണ്ട് കാറ്റാടിക്കടവ് മീനുളിയമ്പാറ ട്രക്കിംഗ് ഒക്കെ ഇനി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എന്തായാലും അടുത്തുള്ള 2 വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ഏറ്റവും മനോഹരമായിട്ടുള്ള ആനയടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. വണ്ണപ്പുറത്ത് നിന്നും തൊമ്മൻകുത്തിലേക്ക് പോകുന്ന വഴിയാണ് ആനയടിക്കുത്ത് വെള്ളച്ചാട്ടം. അങ്ങോട്ട് പോകുന്ന റൂട്ടിൽ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിനൊക്കെ മുമ്പായിട്ട് ഇടത്തോട്ട് കാണുന്ന ഈ വഴിയാണ് നമ്മൾ ആനയടിക്കുത്തിലേക്ക് പോകേണ്ടത്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്ന റബ്ബർ തോട്ടത്തിൽ കൂടി നടന്നു വേണം ആനയടിക്കുത്തിലേക്ക് പോകുവാൻ. ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നടക്കാൻ പറ്റുന്നവരെയും കൊണ്ട് മാത്രം വരിക ശ്രമിക്കുക. പ്രായമായവരും കൊച്ചുകുട്ടികൾക്കൊക്കെ ഇതുവഴി നടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആ വലിയ പാറ കയറി ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് ചെന്നപ്പോഴേക്കും ആനയടിക്കുത്ത് വാട്ടർഫോൾസ് എന്ന ചെറിയൊരു സൈൻ ബോർഡ് കണ്ടു. ഇതുവഴി നേരെ മുന്നോട്ട് നടന്നാൽ മുന്നിൽ കാണുന്നതാണ് വെള്ളച്ചാട്ടം. അങ്ങനെ അതുവഴിയെ നടന്ന് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലെത്തി. പണ്ട് കാലത്ത് ഇവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരുമായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് 2 ആനകൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാവുകയും അതിലൊരു ആന കാല് വഴുതി ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് ചത്തെന്നും പറയുന്നു. അങ്ങനെ ആന വന്ന് ചാടിയ ഈ സ്ഥലത്തിനെ പ്രദേശവാസികൾ ആനചാടിക്കുത്ത് എന്ന പേര് വിളിച്ചു. അത് പിന്നീട് പറഞ്ഞ് ആനയടിക്കുത്തായി മാറി. ആനകൾ തമ്മിൽ അടിയുണ്ടാക്കിയ സ്ഥലമായതിനാൽ ആനയടിക്കുത്ത് എന്ന് പറയുന്നതിലും തെറ്റില്ല. ഈ വെള്ളച്ചാട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സേഫ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമായിരിക്കും ഇത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആഴമുള്ള സ്ഥലത്ത് പോലും അരയപ്പം വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ ഈവൻ കൊച്ചു കുട്ടികളായിട്ട് പോലും വന്ന് സേഫായിട്ട് കുളിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. ഞങ്ങൾ രാവിലെ ഏകദേശം ഒരു 9 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ തീരെ തിരക്കില്ലായിരുന്നു. ഇത്രയും സുരക്ഷിതമായ വെള്ളച്ചാട്ടമായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തിരക്ക് ഇവിടെ വരാറുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളിവിടെ വരാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മാക്സിമം രാവിലെ തന്നെ ഇവിടെ വന്ന് പോകാൻ ശ്രമിക്കുക. ഉച്ചയ്ക്ക് ശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തുള്ള കാറ്റാടിക്കടവ്, കോട്ടപ്പാറ എന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ ഒരു കുളിയൊക്കെ കഴിഞ്ഞു പോകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്നേരമൊക്കെ ഇവിടെ നല്ല തിരക്കായിരിക്കും. സോ നിങ്ങൾ മാക്സിമം നേരത്തെ ഇവിടേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കയ്യിലൊരു തോർത്ത് കരുതാൻ മറക്കണ്ട. വലിയ ആഴമൊന്നുമില്ലാത്തതിനാൽ ഈ വെള്ളത്തിലൂടെ നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി പാറകളോട് ചേർന്ന് നിന്ന് കുളിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആനയടിക്കുത്തിന് തൊട്ടടുത്തുള്ള തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിന്റെ എൻട്രിയുടെ അവിടെയാണ്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും വനംവകുപ്പിന്റെ പാസ് വാങ്ങി 1 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ. ഒരാൾക്ക് 30 രൂപയാണ് എൻട്രി ഫീസ്, കുട്ടികൾക്കാണെങ്കിൽ 20. പിന്നെ നിങ്ങളുടെ ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് പാസ് എടുക്കണം. ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് പേർ മുങ്ങി മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളിവിടെ സന്ദർശിക്കുകയാണെങ്കിൽ മാക്സിമം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകുവാൻ ശ്രമിക്കുക. ഇപ്പം ഏതായാലും തൊമ്മൻകുത്തിലെ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ പോകുന്ന വഴിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ആൾക്കാരെ കുളിക്കുവാനായി ഫോറസ്റ്റുകാർ അനുവദിക്കുന്നുണ്ട്. അവരെ നിരീക്ഷിക്കുവാനൊക്കെയായി ഓരോ പോയിന്റിലും ആൾക്കാരെ നിർത്തിയിട്ടുമുണ്ട്. നമ്മൾ ഈ നടന്നു പോകുന്നതിൻ്റെ വലതുവശത്താണ് അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ധാരാളം കാട്ടാനകൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പകൽ സമയത്തൊന്നും അവ നമ്മളെ ശല്യം ചെയ്യാറില്ലെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. കേരളത്തിലെ എക്കോ ടൂറിസത്തിന്റെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊന്നാണ് തൊമ്മൻകുത്ത്. 7 തട്ടുകളായി ഒഴുകുന്ന ഈ വെള്ളച്ചാട്ടം പശ്ചിമഘട്ട മലനിരകളുടെ തെക്കുഭാഗത്തുള്ള ഉൾവനത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്.
നിങ്ങൾ ഈ മരം കണ്ടോ? ചീനി മരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്യാമറയിലൂടെ കാണുമ്പോൾ ഈ മരത്തിൻ്റെ യഥാർത്ഥ വലിപ്പം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ യഥാർത്ഥ വലിപ്പം മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ വന്ന് നിൽക്കണം. ഈ മരത്തിൻ്റെ സൈഡിൽ കൂടെ പടികൾ പോലെ ഓരോ മരകഷ്ണങ്ങൾ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ട് ആദിവാസികൾ ഇതിൻ്റെ മണ്ടയിൽ തേനെടുക്കാൻ കയറാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ശരിക്കും മഴക്കാലത്താണ് ഇതുവഴി വരേണ്ടത്. ചെറിയ ചാറ്റൽ മഴയും കോടയും തണുപ്പുമൊക്കെയായി അന്നേരം പ്രത്യേക ഒരു വൈബാണ് ഇവിടെ. ഇതുവഴി നടന്നു പോകുമ്പോൾ ചെറിയ കാട്ടുചോലകളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഐസ് പോലത്തെ വെള്ളമാണ് ഇതിലൂടെ ഒഴുകി വരുന്നത്. അങ്ങനെ കാട്ടിലൂടെ ട്രക്ക് ചെയ്ത് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ പ്രധാന ഭാഗത്തെത്തിയിരിക്കുകയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് വന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. പണ്ട് നാട്ടുകാരിൽ ഒരാളായ തൊമ്മൻ എന്നൊരാൾ ഈ നദി മുറിച്ചു കടക്കുകയും ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ വെള്ളച്ചാട്ടത്തിന് തൊമ്മൻകുത്ത് എന്ന പേര് വന്നത്. 5 കിലോമീറ്റർ ദൂരത്തിൽ 12 വെള്ളച്ചാട്ടങ്ങളുടെ ഒരു പരമ്പരയാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിന്റെ മിക്ക ഭാഗങ്ങളും വളരെയധികം ആഴവും കുഴികളും ഒക്കെ നിറഞ്ഞതാണ്. ഈ വെള്ളച്ചാട്ടം ഈ കാണുന്ന കാടുകളുടെ ഉള്ളിൽ നിന്നും ഉത്ഭവിച്ച് 7 തട്ടുകളായി ഒഴുകി ഒടുവിൽ കാളിയാറിൽ പതിക്കുന്നു. ഈ കാണുന്ന ഫോറസ്റ്റിനുള്ളിലേക്ക് ഇനിയും ട്രക്ക് ചെയ്ത് പോകുവാൻ സാധിക്കും. പക്ഷേ അതിന് ഫോറസ്റ്റുകാരുടെ ഗൈഡിന്റെ സഹായമൊക്കെ വേണ്ടിവരും. വണ്ണപ്പുറത്തേക്ക് ഒരു ദിവസത്തെ യാത്രയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ തൊമ്മൻകുത്തിന്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.